ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? മതി കുറിച്ച് എന്താണ്? അതല്ല, നിനക്കറിയോ? അണ്ട് അവക്കറിയാം, നീ പറ. ഇന്നാണ് വേൾഡ് തിയേറ്റർ ഡേ. അതെ, നിനക്കറിയായിരുന്നോ? എനിക്കറിയത്തില്ല. ഇന്ന് ആക്ച്വലി വേൾഡ് തിയേറ്റർ ഡേ ആണ്. എടാ, ആ തിയേറ്റർ അല്ല, ഇത് നാടകം. സിനിമ കാണുന്ന തിയേറ്റർ ഡേ അതല്ല, അല്ല. വേൾഡ് തിയേറ്റർ ഡേ വെച്ചാൽ നാടകത്തിന് ആഘോഷിക്കുന്ന അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം. എടാ, നീ വിചാരിച്ചത് മറ്റേ തിയേറ്റർ അത് കാണുമായിരിക്കും, അതും കാണും. അങ്ങനത്തെ അവൻ വിചാരിച്ചത് ഇതൊക്കെ ആവശ്യമുള്ളല്ലേ, അത് വരണം. എന്തായാലും നിനക്കും അറിയില്ലായിരുന്നു. നിനക്ക് അവനെ കളിയാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് വന്നാണോ എനിക്ക് സംശയമുണ്ട്. ജിത്, നീ പറ, തിയേറ്റർ എന്ന് പറയുമ്പോൾ ഈ സിനിമ തിയേറ്റർ അല്ല, നാടകം എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് അമ്പലപ്പറമ്പിൽ പോയി ഉത്സവം കാണുന്നതാണ് ഉത്സവത്തിൽ നാടകം അല്ല, അവൻ പറഞ്ഞ ഭയങ്കര ട്രോ. എനിക്കും അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം അതായത് ഞാൻ പണ്ട് ഒരു റൂറൽ ഏരിയയിൽ ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത്രയും ചെറിയൊരു നാട്ടിലാണെങ്കിൽ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ നാടകം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആ ഉത്സവത്തിന്. അപ്പം ഒരു രാത്രി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാടകം കാണുമ്പോൾ ഈ രമണനും ചന്ദ്രലേഖയില്ലേ, നമ്മൾ മറ്റേ ചോക്ലേറ്റിൽ കാണുമ്പോൾ, അത് ഞാൻ ശരിക്കും എൻ്റെ റിയൽ നാടകം കണ്ടിട്ടുണ്ട്. അപ്പം ലാസ്റ്റിക്ക് ശരിക്കും ഞാൻ വെച്ച് നോക്കിയായിരിക്കും ഒരു കോമഡി പരിപാടിയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്, ചോക്ലേറ്റ് ഒക്കെ കണ്ടിട്ടുള്ളത്. ശരിക്കും ഭയങ്കര അതെ, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ശരിക്കും നമുക്കൊരു സങ്കടം വരും. രമണൻ അവസാനം ഇങ്ങനെ മരിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കും ഭയങ്കര സങ്കടം വരും. അതെടാ, അനഘ സെൻസിറ്റീവ്. അതെ, സെൻസിറ്റീവ്, സോഫ്റ്റ് ആൻഡ് ഫജി. സിനിമ കണ്ടും കരയും, നാടകം കണ്ടും കരയും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടന്റ് അനുസരിച്ചാണ്. നല്ല സെൻസിറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ സിനിമ കണ്ടാലും കരയില്ലേ? സിനിമ അതെ, ഇത് എന്റെ ഷോ അല്ല കേട്ടോ, എന്നെ എയർലാക്കാനായിട്ട്. എടാ, ഞാൻ കണ്ടാ മതി കേട്ടോ. ഇല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തിയേറ്റർ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുമ്പോ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണെന്നാ പറഞ്ഞത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പൊ നീ പറഞ്ഞ കണക്ക് തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സിനിമയായിട്ട് കണക്ട് ചെയ്യല്ലേ, മറ്റേ സിനിമ കാണുന്ന തിയേറ്റർ. അപ്പൊ ഉറപ്പായിട്ടും സിനിമയും തിയേറ്ററും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ ഒരാൾ സിനിമയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നാടകം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫൗണ്ടേഷൻ. എനിക്കൊന്ന് ഇപ്പോഴും നാടകത്തിന് സിനിമയിലേക്ക് വരുന്നവരുണ്ട്, പക്ഷെ ആക്ടിങ്ങിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, കാരണം ഇപ്പൊ അവരുടെ വോയിസ് മോഡുലേഷൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണെങ്കിലും വല്ലാതെ ചേഞ്ച് ആയിട്ടുണ്ടാവും. കാരണം നാടകത്തിൽ വാട്ട് ഇസ് ഡൺ ഇസ് ഡൺ, പിന്നീട് ഒരു റീടേക്കോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് റിഹേഴ്സൽ ഉണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ ഡയറക്റ്റ് ഓഡിയൻസിന്റെ ഫ്രണ്ടിലായത് കൊണ്ടുള്ള വ്യത്യാസങ്ങള്, പ്രഷറുണ്ട്. പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാടകം പൊളിഞ്ഞ് കണ്ടിട്ടുണ്ട്. സീരീസ് ടെമ്പോക്കകത്ത് കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാടകം പക്ഷെ നിങ്ങൾ ആരെങ്കിലും രക്തരക്ഷസ് കണ്ടിട്ടുണ്ടോ നാടകം? എനിക്ക് നാടകം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 90s കിഡ്സിന് എല്ലാം ഒരു 60% ആൾക്കാർക്കും രക്തരക്ഷസായിരിക്കും. ഇപ്പോഴും രക്തരക്ഷസ് പുതിയ രീതിയിൽ ടെക്നോളജി അനുസരിച്ച് അവര് റീമാസ്റ്റർ ചെയ്തു. പിന്നെ 4K സിനിമ റീമാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ സിനിമയുടെ ടെക്നോളജി നാടകത്തിന്റെ പുതിയ ടെക്നോളജിയുടെ പുതിയ പോസിബിലിറ്റീസ് നോക്കിയിട്ട് അവര് പുതിയ രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പൊ പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയതാണ്, പക്ഷെ അവര് ടെക്നോളജി പണ്ട് ഈ ലൈറ്റ് ഒക്കെ ഷോ ഇപ്പൊ ലൈറ്റ് ഷോയും അങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് ഒക്കെ വെച്ച് നാടകം ബെറ്റർ ചെയ്യുന്നുണ്ട്. ടെക്നോളജിയുടെ പോസിബിലിറ്റീസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, അപ്ഡേറ്റ് ആവണമല്ലോ. എടാ, പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം
നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പരിപാടിയിലാണല്ലോ. ഇപ്പം റീൽസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പണ്ട് സിനിമയിലേക്ക് ആൾക്കാർ വരുന്നത് ഒരു നാടകം ചെയ്യുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റിലെ ലെജൻഡായിട്ടുള്ള ഒരുപാട് പേര് നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള KPSC ലളിത ചേച്ചി അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതെ, യെസ്. അപ്പം അതെ, അപ്പം അങ്ങനെ. അപ്പം ഇപ്പം പക്ഷേ ഇപ്പം ഞാൻ നാടകം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇവൻ പക്ഷെ അത്യാവശ്യം നല്ല റീൽസൊക്കെ ചെയ്ത് ഭയങ്കര ഒരു അടിപൊളി വൈബിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫോം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഓഡീഷന് വരുമ്പോഴത്തേക്കും ആ ഒരു പോസിബിലിറ്റി എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ പണ്ട് നാടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നാടകം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് ഈസിയസ്റ്റ് വേ ആയിരുന്നു. ഇന്ന് അത് മാറി, അത്രേ ഉള്ളൂ. പണ്ട് ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നാടകം മാത്രമേ. ഇപ്പൊ അത് മാറി റീൽസ് ആയി. ഇപ്പൊ ലൈക് സോഷ്യൽ മീഡിയ എന്റർടൈൻമെന്റ്. നമ്മള് പണ്ട് തിയേറ്ററിൽ പോണല്ലേ നാടകം കാണുന്ന ആൾക്കാർക്കും എന്റർടൈൻഡ് ആണ്. അങ്ങനെയല്ല, ഫോൺ എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കില്ല, TV കണ്ടാൽ അങ്ങനത്തെ ചേഞ്ചസ് വന്നു. ഉണ്ട് സിനിമയിൽ. എന്റർടൈൻമെന്റിനാണെങ്കിലും പറഞ്ഞ കണക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ പിന്നെ ഈ അഭിനയിക്കാൻ അറിയാമെന്ന് പറയുമ്പോഴാണ് ഇപ്പം നാടകത്തിലുള്ള ഒരു ആക്ടിങ്ങിന്റെ രീതി, വേ ഓഫ് ആക്ടിങ്ങും സിനിമയിൽ വരുമ്പോഴുള്ള വേ ഓഫ് ആക്ടിങ്ങും ഭയങ്കര ഡിഫറൻസ് അല്ലേ. അപ്പൊ നമ്മളൊരു ഇപ്പം നാടകത്തിൽ ഒരാളൊരു ഇമോഷൻ കൺവേ ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു ഡയലോഗ് പറയുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസും ബാക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ അത് ഇമോട്ട് ചെയ്യുക. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ബിഹേവിങ് പരിപാടിയാണ്, സട്ടിലായിട്ട് എല്ലാം ചെയ്യുന്നത്. ഈ സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നാടകത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഹാങ്ങിങ് മൈക്ക് മാത്രമാണ്. അപ്പൊ ഒരുപാട് പുറകിലിരിക്കുന്ന ഓഡിയൻസിന് കേൾക്കുന്ന രീതിയിൽ സിസ്റ്റത്തിലാണ് ഈ മൈക്ക്, ഒറ്റ മൈക്ക് വെച്ച് ഹാങ് ചെയ്ത്. ഡബിങ് എല്ലാം സിനിമയിൽ അവൈലബിൾ ആണല്ലോ. ഇപ്പൊ നാടകത്തിലും ഡബ് ചെയ്ത് റെക്കോർഡ് ചെയ്ത ടൈപ്പ് നാടകങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ കോമഡി ഷോസ് ഇതുപോലെ നാടകം പോലെ ഒരു മൈക്ക്, വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്നു, അത് ഡബ് ചെയ്ത് ചെയ്യുന്നു. അതൊക്കെ റെക്കോർഡഡ് നാടകങ്ങളുണ്ട്. പക്ഷെ അതിന്റെ എക്സിസ്റ്റൻസ് ഇപ്പം അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി പണ്ടെന്ന് പറയുമ്പം നാടകത്തിന് ഇപ്പോഴും ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലേ. പക്ഷെ സിനിമയും നാടകം കൂടെ എടുക്കുമ്പം ഇപ്പൊ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് സിനിമയാണല്ലോ. ഇപ്പൊ എല്ലാരും നാടകം കാണാൻ പോകാനായിട്ട് ഒരു ഫാമിലി, ഒരാള് ഇപ്പൊ സൺഡേ വീട്ടിലിരിക്കുകയാണ്, ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും പെട്ടെന്ന് പോയി നമ്മൾ ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ സിനിമയായിരിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ പോയാൽ അവൈലബിൾ അല്ലല്ലോ. നാടകം എവിടെയാണ് അത്രയും എവിടെ അവൈലബിൾ അല്ല. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർ ഒന്ന് പ്ലേ ചെയ്യണം. ഉത്സവത്തിനാണെങ്കിൽ പോലും ഇപ്പൊ നാടകങ്ങളൊക്കെ ഉണ്ടോ പഴയതുപോലെ? ഗാനമേളകളും ഒക്കെയാണ് കൂടുതലും കാണുന്നത്. ഒരു 10 ദിവസത്തെ ഉത്സവമാണെങ്കിൽ 5 ദിവസം നാടകവും 2 ദിവസം ഒരു ഗാനമേള, അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം മെയിൻ ആയിട്ട് ദിവസം ഒരു 9 മണിക്ക് ഒരു വലിയ ഗാനമേള ആയിരിക്കും. 12 മണി കഴിഞ്ഞാൽ വെളുപ്പിനെ വരെ നാടകം. അത് ഒരു നാടകം 2 നാടകമൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഉത്സവങ്ങളിൽ ഞാൻ ഇപ്പൊ നാട്ടിലെ ഉത്സവത്തിന് പോയപ്പോ പോലും എല്ലായിടത്തും പരിപാടി ഗാനമേള മാത്രമേ. ഇപ്പൊ ഉള്ള ഒരു ഓക്കെ, നമ്മുടെ നടന്മാര് തന്നെ അഭിനയിക്കുന്ന നാടകങ്ങളെല്ലാം, അതായത് മൂവി ആക്ടേഴ്സ് തന്നെ ഉള്ള നാടകങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലും അത്ര ആളുകൾ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്ക് നമ്മൾ എത്ര പേര് അറിയുന്നുണ്ട് ഒരു നാടകത്തിന്റെ ഒരു ഷോ നടക്കുന്നത്. ഇനി അറിയുന്നെങ്കിൽ തന്നെ അത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്ലേസ് ആയിരിക്കും. ഇപ്പം റോഷൻ ഒരു ബൈ 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 ഒരു നാടകം. ഈ രക്തരക്ഷസ് ഇതേപോലെ അവര് മാർക്കറ്റ് ചെയ്യുന്ന ന്യൂസും അങ്ങനെ അവര് മാർക്കറ്റ് ചെയ്ത് ഇങ്ങനെ പുതിയ ഷോസ് വരുന്നുണ്ട്. സർക്കസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടില് പരസ്യം, അതേപോലെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് ആൾക്കാരെ മൈൻഡ് മീൻസ് നാടകം ഉണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതാണെന്ന് എനിക്ക് നാടകം ഉണ്ടെന്ന് ഓർക്കുന്നത് തന്നെ ഇല്ല, പിന്നെ സെർച്ച് ചെയ്യുന്നത്. ലാലേട്ടൻ, മുകേഷ്, അപ്പൊ അത് കുറെ പേര് അറിഞ്ഞു. കാരണം അവിടെ അതപ്പം ആളുകള് ന്യൂസ് വാല്യൂ തന്നെത്താൻ വരുന്നുണ്ട്. ബാക്കി ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാകുന്നില്ല, അപ്പോഴോട്ട് ആൾക്കാരോട് എത്തുന്നില്ലല്ലോ. അതാണ് പ്രശ്നം.
ഛായാമുഖിയൊക്കെ എങ്ങനെയാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്തായിരിക്കും? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഛായാമുഖിയെ കുറിച്ച് ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് മനോരമ ന്യൂസ് വന്നപ്പോ, ഒന്ന് പത്രത്തിൽ വന്നു. പ്രശാന്ത് നാരായൺ സാറിന്റെ ആണ് അല്ലേ നാടകം? പുള്ളി പ്ലേ കണ്ടിട്ടില്ല. ന്യൂസ് ബൈറ്റിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അവര് രണ്ടുപേരും അത് ഫുൾ സ്ട്രെച്ച് പഠിച്ച് ചെയ്തെന്ന് പറയുന്നത് അത്ഭുതമാണ്. റിഹേഴ്സൽസ് ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ടൈം. ഷോസ് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നു. ആ അതെ അതെ, നമുക്ക് എല്ലാവർക്കും പോയി ഇന്ന് കാണാൻ നടക്കുന്ന കാര്യമല്ല. അതെ. പക്ഷെ ഇപ്പോഴേ ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ കണക്ക് ഇപ്പോഴത്തെ നാടകത്തിന്റെ ഒരു കോണ്ടന്റ് അതിന് കുറെ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ഇപ്പൊ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നാടകം എന്നല്ല, ഇപ്പൊ നമ്മൾ സ്കിറ്റ് ചെയ്താലും ഡ്രാമ ചെയ്താലും ഡാൻസ് ചെയ്താലും പണ്ടത്തെ തീമല്ല ഇപ്പൊ. പണ്ട് ആ സമയത്തുള്ള സോഷ്യൽ കണ്ടീഷൻസിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ സൊസൈറ്റിയിലായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്. ആ തീമുകളാ വരുന്ന കൂടുതലും. അപ്പൊ അതും ഒരു ചേഞ്ച് ആണ് ആക്ച്വലി. സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള തീംസ്. അന്നത്തെ ഈ സോഷ്യലി റെലവന്റ് സബ്ജക്റ്റുകളാണ് അന്നത്തെ ഈ നാടകങ്ങൾക്ക് പബ്ലിസിറ്റി. ഇവർ അന്നത്തെ റൈറ്റേഴ്സ് തകഴി, പൊൻകുന്നം വർക്കി, MD-യുടെ ഒക്കെ ലെജൻഡ്സ് ആണ്. അവര് ലെജൻഡ്സ് ആണ്. അവരുടെ പിന്നെ കുറച്ചുകൂടെ നാടകം യൂസ് ചെയ്ത് ഈ മാറ്റങ്ങൾ അല്ലെ ഒരു പ്രതിഷേധമൊക്കെ അറിയിക്കാൻ വേണ്ടി അങ്ങനത്തെ നാടകങ്ങള് ആർട്ട് ഫോമിൽ കൂടെ ആണല്ലോ ചേഞ്ചസ് വരുന്നത് കൂടുതൽ. റിഫ്ലക്ഷൻ ആണ്. ആൾക്കാരിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആളുകൾ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് കൂടിയാണ് ആളുകളിലേക്ക് എത്തുന്നത്. മാറ്റം പറഞ്ഞ പോയിന്റ് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്റെ പോയിന്റ്. അല്ല അവൻ പറഞ്ഞ സാധനം അന്നത്തെ തീമാണ് അതിന്റെ പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ളത്. അതെ, ഇപ്പൊ ചെമ്മീനിൽ തകഴിയുടെ ചെമ്മീനാണല്ലോ സിനിമയായിട്ട് വന്നത്ര ടോപ്പ് 10 മൂവീസിന്റെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ചെമ്മീനാണ്. കാരണം അന്നത്തെ സമയത്ത് ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാം അവരുടെ ലൈഫുമായിട്ട്. ഇപ്പൊ ഇന്നത്തെ എത്ര സിനിമ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ലൈഫുമായിട്ട് തീരെ കുറവാണ്. ബേസിക്കലി ഒരുപാട് അഡാപ്റ്റേഷൻസ് നടന്നിട്ടുണ്ട്. ഒരുപാട് ജയരാജിന്റെ ഓൾമോസ്റ്റ് മിക്ക പടങ്ങളും ഇതാണ് പ്ലേസിൽ ഇത് ചെയ്തു. അതേപോലെ പുള്ളി വേറെന്തോ കോൺസെപ്റ്റ് വെച്ചാണ് പുള്ളി ഓരോ പടം ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇവിടെയാണ് ഇന്റർനാഷണൽ ഇതിൽ കുറച്ചും കൂടെ തിയേറ്ററിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഹൗസസ് അവിടെ ഡെയിലി ബേസിസിൽ ഷോസ് നടക്കും, വീക്കെൻഡിൽ ഷോസ് നടക്കും. ഒപ്പേറ മിനി മാത്രം അറിയാം. അല്ല പറഞ്ഞു വന്നത് ഇന്റർനാഷണൽ വളരെയധികം ആക്സെപ്റ്റബിൾ ആണ് ഇപ്പോഴും നാടകങ്ങൾ, അല്ലെങ്കിൽ നാടകങ്ങൾ കാണാനുള്ള ഓഡിയൻസ് പുറത്തെല്ലാം ഉണ്ട്. ഇവിടെയാണ് അത് അത്ര അധികം ഇല്ലാത്തതെന്നുള്ളത്. ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എത്തിപ്പെടുന്നില്ല അവരിലോട്ട്. വളരെ റേറാ. ഇപ്പോഴും മറ്റേ നാടകം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. നാടകം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വരുമാനം. നാടകത്തിനൊരു ആളുകളെ ഈ പറയുന്ന ഓക്കെ ഫസ്റ്റ് വന്ന നാടകം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. അവിജ്ഞാന ശാകുന്തള ആണെന്ന് എൻ്റെ ഒരു സംശയം. സംസ്കൃതത്തിലുള്ള ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ ഇത് ഓക്കെ ഫസ്റ്റ് നാടകം പറഞ്ഞെങ്കിലും ഇപ്പം പണ്ട് തൊട്ടേ സിനിമകളിൽ നാടകത്തിന്റെ ഒരു യൂസേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യവനിക എന്നുള്ള സിനിമ നാടകം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന മൂവീസ് എനിക്ക് ഓർമ്മ വരുന്നത് മാന്നാർമത്തായി സ്പീക്കിംഗ് ഒക്കെയാണ്. ഈവൻ ഇപ്പൊ പോലും ആട്ടം എന്നുള്ള സിനിമ. അതെ അതെ, അത് പക്ഷെ ഒരു സീരിയസ് തീമായിട്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് വെച്ചിട്ടാണ് ആട്ടം വന്നിരിക്കുന്നത്. പക്ഷെ മാന്നാർമത്തായി സ്പീക്കിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ്. അതൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്, ടോട്ടൽ എന്റർടൈൻമെന്റ് മൂവി. അതെ അതെ പക്ഷെ അത് ലൈഫാണ് കാണിക്കുന്നത്. ശരിക്കും അവരുടെ ലൈഫാണ് കാണിക്കുന്നത്. അവർ ആ നാടകം കൊണ്ട് എങ്ങും എത്തുന്നില്ല. അവരുണ്ടാകുന്ന ഇൻസിഡൻസും ആ സ്ട്രഗിളിനിടയ്ക്കും അല്ല അതിലും കാണിക്കുന്നുണ്ടല്ലോ. ഈ നാടകത്തിൽ നിന്ന് ഒരു നടി അവരുടെ മെയിൻ നായിക സിനിമയിലേക്ക് പോകുമ്പോ അവര് നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ആളെ കിട്ടുന്നില്ല. അതൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ ആ നാടകം കൊണ്ടുവരുന്നില്ല. സിനിമയിലോട്ടുള്ള മാറ്റം. എല്ലാ നാടകം ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ സിനിമയായിരിക്കും അവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പോലെ. എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. നാടകം മാത്രം ചെയ്യുന്ന ആൾക്കാരും
ഈവൻ റോഷന്റെ ഒക്കെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ, റോഷനൊക്കെ റോഷൻ ഇപ്പോഴും സിനിമ ഇപ്പോഴും ചെയ്യും. റോഷൻ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ പുള്ളി നാടകം ചെയ്യാൻ പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട്. നാടകത്തിന് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുന്നുണ്ട് പുള്ളി. ദർശനയും ദർശനയും റോഷനൊക്കെ സിനിമ അവർ ഒരുമിച്ച് അവരൊക്കെ നാടകം ഒരു ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് മുംബൈയിലേക്ക്. എനിക്കൊന്ന് മുംബൈയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് നാടകമാണ്. തിയേറ്റർ ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അല്ല അവരുടെ നാടകമാണോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്? അതെ 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 അവർ അവിടെയാണ് അവരൊക്കെ റൂട്ടഡ്. അവർ അവിടെ നിന്നാണ് സിനിമയിലേക്ക് അവരിപ്പോഴും നാടകം അതിന്റെ കൂടെ തന്നെ അവരത് പഠിച്ചത് കൊണ്ട് അവർക്ക് പാഷനാണത്. അതൊരു ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത്രയും ഒരു അവർക്ക് അത് വലിയ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് നാടകം ചെയ്യുന്നുണ്ട്. അവര് ആ നാടകത്തിന്റെ ഒരു കൾച്ചറും കൂടെ ഇനി പുറത്തുള്ള ഒരു കൾച്ചറും കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഫെയിമും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും അവര് ചെയ്യും. അവരിപ്പോ മെയിൻ സ്ട്രീമില് ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ നാടകത്തിന് അക്സെപ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ ഓഡിയൻസ് ഉണ്ടാവും. പറ്റുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവിയിലും അങ്ങനെ തന്നെ ഇല്ലേ? ഒരു ആട്ടത്തില് ആട്ടത്തില് ഒരു മെയിൻ നടനായിട്ടുള്ള ആള് സെലിബ്രിറ്റി ആണ്. ഓൾറെഡി അയാളും മൂവി അഭിനയിക്കുന്ന ഒരാളായത് കാരണം ആ നാടകം കാണാനായിട്ട് ഒരു ഇഷ്യൂ ആ കുട്ടിക്ക് ഉണ്ടായിട്ട് പോലും ആ ആളെ മാറ്റാനായിട്ട് കൂടെയുള്ള ആളുകൾ റെഡി ആവുന്നില്ല. വേറൊരു തരം പൊളിറ്റിക്സ് സംസാരിക്കണ്ട. അവിടെ നിർത്തിക്കണം. അത് പിന്നെ എന്തായാലും നാടകം ഭയങ്കര ഡിഫിക്കൽട്ട് ആട്ടോ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ. ചില്ലറ കാര്യമല്ല. ഇത്ര മണിക്കൂറൊക്കെ ഡയലോഗ് തെറ്റാതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നാടകം പൊളിഞ്ഞു. അല്ല അതിന്റെ ഇപ്പൊ നാടകത്തിന്റെ അകത്ത് ലൈക്ക് ആക്ടിങ് എന്ന് മാത്രം ബിയോണ്ട് ബീങ് ആൻ ആക്ടർ അതിന്റെ അകത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്, ഒരു ഡയലോഗ് പാളി അപ്പം അവിടെ ബാക്കിയുള്ള ആക്ടേഴ്സും എല്ലാരും കൂടിയിട്ട് അത് മാനേജ് ചെയ്ത് അവരെ നാടകം സക്സസ് ആക്കും. ചിലപ്പോ ഒരു ഡയലോഗ് പറയുന്നു, ആർട്ടിസ്റ്റ് ആ ഡയലോഗ് വിട്ടു, പക്ഷെ മറ്റേ കവറപ്പ് ചെയ്ത് അതുപോലെ ഇവരുടെ എൻട്രി എക്സിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെ ടൈമിങ്സ് ഒരുപാട് കാര്യം. ഇപ്പം ആക്ടർ എന്നുള്ള ഉപരി അവര് ആസ് എ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ടാവും, കുറെ മാനേജ്മെന്റ് മൊത്തത്തിൽ അത് ഫുൾ മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നടത്തണമല്ലോ. അവർ അത്രയും പേര് ചേർന്നിട്ട് ഒരു വലിയൊരു സെറ്റ് ഓഫ് ഓഡിയൻസിനല്ലേ അവർ അത് സാധനം ഫുൾ ഓഫ് ചെയ്യണ്ടേ. പക്ഷെ സിനിമയിൽ വരുമ്പം ഒരു ആക്ടറിന്റെ ഇപ്പം നിന്റെ ഒരു ഇമോഷൻ ഇത് നിന്റെ ഒരു ഷോട്ട് എടുക്കാൻ എല്ലാവരും കൂടെ നിൽക്കുക, നിന്റെ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതെ പല ടേക്ക് പോവാം. ശരിയായില്ലേ ഒന്നുകൂടെ ചെയ്യാം. ലൈറ്റ് മാൻ തൊട്ട് ഇല്ലെങ്കിൽ ഒരു ചായ തരുന്ന ആ ഒരു പുള്ളി തൊട്ട് ഇന്ന് എന്താ പറയാ ഏറ്റവും ടോപ്പിലെ ആൾക്കാർ വരെ പ്രൊഡ്യൂസർ വരെ നിന്റെ ഒരു ഇമോഷൻ നിന്റെ ഒരു സാധനം കറക്റ്റ് പോർട്രേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പേര് ഒരു കളക്റ്റീവ് എഫേർട്ട് ആയിട്ട് നിൽക്കുന്നത്. നാടകത്തിൽ നാളെ കല്ലെടുത്തെറിയാൻ വെളിയിൽ നിൽക്കുന്ന ഓഡിയൻസ് ടൈപ്പാണല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം അടിച്ചിട്ട് ആൾക്കാരാണ്. അവരുടെ ഒരു പേഷ്യൻസ് നോക്കണം ഈ പെർഫോം. അതിലോട്ട് നോക്കാതെ അവരെ പെർഫോമൻസ് തന്നെ തന്നെ അവസാനം വരെയും ചെയ്യും. അതൊരു കഴിവാണ്. അത്രയും മ്യൂസിക് പെട്ടെന്ന് നിന്നുപോയാലൊക്കെ അവരവിടെ മേക്കപ്പ് ചെയ്ത് എടുക്കുമല്ലോ ബാക്കിയുള്ള ആൾക്കാരും. നാടകത്തില് സോങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ സിനിമയിലെ പണ്ട് കാലത്ത് പാട്ടുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പല മൂവീസിലും ഒരു നാടകങ്ങളുടെ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മറ്റേ പൊന്മാന്റെ ക്ലൈമാക്സിലും നാടകത്തിന്റെ ഒരു റെഫറൻസ്. നാടകം അറിയോ? ഇല്ല ഇല്ല എനിക്കറിയില്ല. ഓ അത് നാടകഗാനോ? അതേപോലെ ഈ തെരുവ് നാടകം, പണ്ട് തെരുവ് നാടകം അവരെ പ്രതിഷേധം അറിയിക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ ചെയ്യാൻ വേണ്ടി തെരുവ് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സെലിബ്രിറ്റീസ് ചെയ്യുന്നു. മറ്റേ സന്തോഷ് കീഴാറ്റൂർ ഇവരൊക്കെ തെരുവ് നാടകം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇലക്ഷൻ സമയങ്ങളിലും നാടകം ഇലക്ഷൻ സമയത്ത് സീരിയസ് ആയിട്ട് സ്ട്രീറ്റ് പ്ലേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ എടാ ഞാൻ പറഞ്ഞു ഇത് എന്റെ ഷോ അല്ലാന്ന് തുടക്കത്തിൽ എന്നെ ഇങ്ങനെ എയർലൈൻ ഇത് പരിപാടിയുടെ അവസാനം ആരെങ്കിലും എയറിൽ വരണമല്ലോ, ഒരു പരിപാടി അല്ലേ? അല്ല ഞാൻ കൂടുതൽ ഇപ്പൊ പറഞ്ഞു കണക്ക് സ്ട്രീറ്റ് പ്ലേസ് കണ്ടുള്ള ഇലക്ഷൻ ടൈമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ അവര് ഈ പ്രതിഷേധം പിന്നെ ഈ ബോധവൽക്കരണ കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് അവര് നാടകങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. നാടകോത്സവം
അപ്പൊ അത് വന്ന കോമ്പറ്റീഷന്റെ ലെവലാണെങ്കിലും എല്ലാം ആണെങ്കിലും കൊണ്ടും ഭയങ്കര ക്രൗഡിന് ഭയങ്കരമായിട്ട് അത് പുള്ളി ആൾക്കാര് ഒരു 3 days ഇവിടെ എറണാകുളത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പരിപാടി അതേ ക്വാളിറ്റി. പക്ഷെ കോളേജുകൾ തമ്മിൽ അല്ലെങ്കിൽ നാടകോത്സവം, നമ്മുടെ യുവജനോത്സവം പോലെ തന്നെ കോളേജുകളിലെ യുവജനോത്സവം തന്നെ നാടകോത്സവം, നാടകം മാത്രം. കോമ്പറ്റീഷൻ സ്പിരിറ്റും അതനുസരിച്ച് കോണ്ടന്റ്. സോ അങ്ങനെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യാലോ എനിക്കിപ്പം നാടകം ഇഷ്ടമാണോ ചെയ്യാൻ. അതെ, ഇപ്പം ഈ വലിയ വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇഷ്ടമാണോ നാടകം ചെയ്യാൻ? ഇഷ്ടമാണോ? അല്ല, ഞാൻ അങ്ങനെ ആ സമയത്ത് ഗ്രേസ് NSS ഞാനും ഉണ്ടായിരുന്നു. അല്ല ഞാനല്ല അന്ന് എനിക്ക് നാടകം അല്ല NSS ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരും പോയി ചാടുന്ന ഒരു പരിപാടിയാണ്. ചോദിച്ചില്ലേ രാവിലെ വരുന്നു വൈകിട്ട് പഠിച്ചു കിട്ടുന്ന മാത്രം മതി. അല്ലടാ ഞാൻ പറഞ്ഞ ഇപ്പം നാടകം എനിക്ക് അങ്ങനെ എന്താ പറയാ ചെയ്ത സമയത്ത് എനിക്ക് അത്രയും ഒരു ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മൈമ് ചെയ്യുമ്പോ ഇങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നു. അല്ല എനിക്ക് ഈ ഡയലോഗ് പറയുമ്പോഴേ കുറച്ച് ഞാൻ നെർവസ് ആവാറുണ്ടായിരുന്നു. ഒരുപാട് ഡയലോഗ്സ് ഒക്കെ. കാരണം നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമ ഒരു റീടേക്ക് ഒന്നും ഇല്ലല്ലോ. ഒരൊറ്റ സ്ട്രെച്ചില് വലിയൊരു ഡയലോഗും നല്ല ടഫ് വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഫംബിളാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടായിരിക്കും. പക്ഷെ ഡയലോഗ്സ് ഇല്ലല്ലോ, ഇമോഷൻസ് അല്ല അവര് പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവന് കിട്ടിയ പോലെ കല്ലേറൊക്കെ അറിയാൻ പറ്റത്തില്ല. അല്ല ഈ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ഇപ്പൊ ഉള്ളവരാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജ് സ്കൂളും കോളേജിലൊക്കെ നാടകങ്ങൾ എഴുതിയും അത് സ്ക്രിപ്റ്റ് ചെയ്തത് പ്ലേ ആക്കി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ജേണി എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നാടകമാണോ സിനിമ എന്ന് ചോദിക്കുമ്പോ ഏതാ ചോയ്സ്? എനിക്ക് സിനിമയാണ് ഞാൻ ബേസിക്കലി. നീ കൊറേ നേരമായി അത് തന്നെ പറയുന്നു. എടാ ഞാൻ പറയട്ടെ, അതായത് ഇപ്പം പെട്ടെന്ന് ഒരു ചോയ്സ് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് സിനിമയ്ക്ക് പോകാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ അത് കുറച്ചൊരു കൺവീനിയന്റ് വേ ആണ്. പക്ഷെ നാടകം ഇപ്പം ഞാൻ ഉത്സവത്തിനൊക്കെ ഒരു നാടകം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പോകാനും അവിടെ ഇരുന്ന് അത്രയും നേരം അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചൊരു കൺവീനിയന്റ് വേ പെട്ടെന്ന് കഥകളി ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയില് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കഥകളിയൊക്കെ ഉണ്ടോ? അതൊക്കെ എങ്ങനെയാ? കഥകളിയൊക്കെ കാണാനായിട്ട് അല്ല കഥകളി ആണെങ്കിലും അല്ലടാ എല്ലാ ആർട്ട് ഫോംസിനോടും ഒരു ഇഷ്ടമുണ്ട്. ലൈക്ക് ആർട്ട് ഫോംസ് എല്ലാം കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ് നമുക്ക് ഇന്നിപ്പോ പെട്ടെന്ന് ഒന്ന് ഇവിടുന്ന് ഒന്ന് ഓഫീസിൽ നിന്നൊക്കെ മാറി ഒരു എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയായിരിക്കും പെട്ടെന്ന് ചൂസ് ചെയ്യാം. ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടാണെങ്കിലും സിനിമയായിരിക്കും അവൈലബിൾ ആയിരിക്കും. അതെ, ഈ സിനിമയുടെ ഒരു വരവ് കൊണ്ട് നാടകം ഭയങ്കരമായിട്ട് അന്യം നിന്ന് പോയെന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു. എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നു. എന്തുകൊണ്ട്? ഞാനിപ്പോ പറഞ്ഞ റീസൺസ് നമ്മള് നേരത്തെ മുതൽ പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാ റീസൺസ് കൊണ്ടും നാടകം അന്യം നിന്ന് പോകുന്നതായി. പണ്ട് കാലത്ത് ആൾക്കാർ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു പരിപാടി നാടകമായിരുന്നു. അത് കുറച്ചുകൂടി കൺവേ ആയിട്ട് മൂവീസായി. അത് മൂവീസ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയാൽ അതേപോലെ നാടകം കാണുന്ന ഒരു പ്ലേസിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ അത് മാറി വീട്ടിലും ടിവിയും ഫോണിലും എല്ലായിടത്തും ഇരുന്ന് കാണാൻ പറ്റുന്ന വേൾഡ് ക്ലാസിക്സ് പോലും വീട്ടിലിരുന്ന് നമുക്ക് ഒരു ഫോണിൽ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ കാര്യമുണ്ട്, പണ്ട് ആൾക്കാർക്ക് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു മാർഗമായിരുന്നു നാടകം. അതിനെക്കാട്ടി വലിയ റവന്യൂ ഉണ്ടാക്കുന്ന നാടകത്തിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നുണ്ടോന്ന് പോലും ഉള്ളത് സ്കെയില് കുറവാണ്. അതെ, അത് ആൾക്കാരിലേക്ക് എത്തുന്നതും കുറവാണ്. ഒരു നാടകം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് പോകും? അവരെ പോകും ഇല്ല. ഇല്ലെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സെലിബ്രിറ്റി ഇൻവോൾവ് വേറെ കൈൻഡ് ഓഫ് മാർക്കറ്റ് വാല്യൂ അതിനുണ്ടെങ്കിൽ നമുക്കിപ്പോ എപ്പോഴും ഒരു മൂവി ഗോ ടു പേഴ്സൺ എന്റെ പേഴ്സൺ. ഇപ്പൊ നമുക്കിപ്പോ ലാലേട്ടനെ പോലെ ഒരു പടം അല്ല ഒരു നാടകം വരുന്നു, അത് എറണാകുളത്ത് ഇതേപോലെ ഒരു വലിയ തിയേറ്ററിൽ ഇങ്ങനെ ഇത് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോ പോകാൻ ഒരു ടെൻഡൻസി വരും. എല്ലാ ദിവസവും ലാലേട്ടനെ വേറൊരു അവതാരത്തിൽ നമ്മൾ കാണാനുള്ളൊരു പക്ഷെ അതും സെലക്ടഡ് ഷോസും സെലക്ടഡ് സീറ്റ്സും ഒക്കെ ആയത് കാരണം നമുക്ക് എപ്പോഴും പറ്റിയില്ല. നമ്മുടെ ടൈമിനനുസരിച്ച് ഇത് ഷോ ഇപ്പൊ നമുക്ക് ഇന്ന് ഈ സിനിമ ഇന്ന് 9 മണിക്ക് പറ്റിയില്ല 10 മണിക്കാണ് വേറെ ഷോയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. ചെയ്താ 9 മണിക്ക് പോയില്ല കാണാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നാടകത്തിന് അത്രയും ബാക്കിലോട്ട് വരാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. സിനിമയിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ?
നാടകത്തിലെ ആക്ടേഴ്സ് വരുന്നത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? എനിക്കത് കുറവാണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നാടകത്തിലുള്ള ഒരു വേ ഓഫ് ആക്ടിങ് അല്ല ഉറപ്പായിട്ട് സിനിമയിലുള്ളത്. സിനിമയില്, ആ. പക്ഷെ ആ ഒരു മീറ്റർ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റിന് വീണ്ടും സർവൈവൽ ഉണ്ട് സിനിമയിൽ. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഹരീഷ് പേരാടിയൊക്കെ എനിക്ക് ഇപ്പോഴും മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്. കറന്റ് പുള്ളി ഉള്ളതെന്ന് തോന്നില്ലേ നാടകത്തിൽ? എല്ലാ ഇൻഡസ്ട്രിയിലും അഭിനയിക്കുന്നുണ്ട് പുള്ളി. ബേസിക്കലി നാടകത്തിൽ നിന്ന് വന്നാലും നമ്മൾക്ക് അഭിനയിക്കാനുള്ള ആ ഒരു ഇപ്പം എന്താ പറയുക, ഒരു സീൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അത് നമ്മൾ ഗ്രാസ്പ് ചെയ്ത് അതിനെ തിരിച്ചത് ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ആക്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും സിനിമയിലാണ്, നാടകത്തിലാണ്. ചിലരെ ട്രോളും കണ്ടിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വന്ന് അഭിനയിക്കുന്നവരെ. അവരെ മീറ്റർ കൂടി പോയെന്ന് പറഞ്ഞു, അല്ലെ അവരെന്ത് ചെയ്താലും ആ ഒരു സാധനം വരുന്നു, അങ്ങനെ ട്രോളുന്നവരുണ്ട്. കാരണം നാടകത്തിൽ കൂടുതലും എന്താ പറയാ ബോഡി പോസ്റ്റേഴ്സിനാണെങ്കിലും ഒരുപാട് നമ്മുടെ ഒരു ആക്ഷൻസ് കൂടുതലാണ്. പണ്ടത്തെ സിനിമയിലാണ് ഒരു 20 കൊല്ലം മുമ്പത്തെ ഇപ്പൊ മമ്മൂട്ടിയുടെ തന്നെ പഴയ 20 കൊല്ലം മുമ്പത്തെ സിനിമയുടെ ആക്ഷൻസ് ഇപ്പോഴത്തെ ആക്ഷൻസ് ഇപ്പൊ മമ്മൂട്ടി നമുക്ക് ഭയങ്കര സട്ടിലായിട്ടാണ് റിയാക്ഷൻസ് കൊടുത്തത്. പണ്ടത്തെ ഒരു 10 കൊല്ലം മുമ്പ് കിങ്ങിലൊക്കെ കണ്ടാൽ മതി ആക്ഷൻസും കാര്യങ്ങളും. വ്യത്യാസം സിനിമ ചേഞ്ച് ആയി, അതേപോലെ എല്ലാം ടെക്നോളജി ചേഞ്ച് ആയി, ആൾക്കാരുടെ വേ ഓഫ് വ്യൂസ് മാറി. അതാണ് കറക്റ്റ് റീസൺ. അതെ, ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി, അതിനൊത്ത് സിനിമയും മാറി. പണ്ടത്തെ സിനിമയൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് എന്ന് അതെ, പറയുന്നത്. അതെ. നസീറിന്റെയൊക്കെ പടങ്ങളൊക്കെ അന്നത് ഓക്കെ ആയിരുന്നു. നസീറിന് മാത്രം നമ്മൾ ഇപ്പൊ റീസെന്റ് ഇപ്പൊ 4K റീമാസ്റ്റർ അല്ലേ ദേവദൂതൻ ഇറങ്ങിയപ്പോ ഞാൻ പോയി കണ്ടു. എനിക്ക് ആ ടൈമിൽ കാണുമ്പോൾ ദേവദൂതൻ അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക് ഫീൽ ചെയ്തു. ഡയലോഗ് പ്രസന്റേഷൻ ഭയങ്കരമായിട്ട് ഡ്രമാറ്റിക് ഫീൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തു ബേസിക്കലി. മ്യൂസിക്കലി പടത്തിലോട്ട് ഇൻവോൾവ് മ്യൂസിക്കലി ആണ് ആ മൂവി ശരിക്കും. ഡയലോഗ്സ് പ്രസന്റ് ചെയ്തില്ലേ, ഡയലോഗ്സ് അതിനകത്ത് ഡ്രാമാറ്റിക് ആയിരിക്കും, പക്ഷെ മൂവിയില് പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയുന്ന കാര്യം അലീന എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് പറയുന്നത് ഒരു പുള്ളി ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട്. അതെ, പക്ഷെ ആ മൂവി ശരിക്കും ഇത് ചെയ്യുന്നത് മ്യൂസിക്കിനെയാണ്. ഒരു മ്യൂസിക്കൽ മൂവി ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. വേ ഓഫ് വ്യൂസ് നമ്മുടെ മാറി. നമ്മളിപ്പോ കൂടുതൽ റിയലിസ്റ്റിക് പടങ്ങൾ കാണാൻ തുടങ്ങി. അതെ അതെ അതെ. അതുകൊണ്ട് ഇപ്പൊ പഴയത് കാണുമ്പോ നമുക്കതൊരു അന്നത്തെ റൈറ്റിംഗ് സ്റ്റൈലും അങ്ങനെ. ഇപ്പൊ പോലും നമ്മളൊരു സിനിമ ചെയ്യാൻ പോകുമ്പോഴേ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് ഡ്രാമാറ്റിക് ഒരു ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടോ, അതിനെ പിന്നെ നമ്മള് എന്താ പറയുക ഓൺ സെറ്റിൽ വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പിടിക്കുന്ന അങ്ങനത്തെ ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പൊ അന്നിപ്പം ദേവദൂതൻ അന്നത്തെ അതിന് മുന്നുള്ള പടങ്ങളാണെങ്കിലും അന്നത്തെ സിനിമകളാണ് എല്ലാം റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്, ഡയലോഗ്സ് അങ്ങനെയാണ് എഴുതുന്നത് ആ സമയത്ത്. ഇപ്പൊ അതിനെ കുറച്ചും കൂടെ മാറ്റി ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരാൾ ബിഹേവ് ചെയ്തെന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ ഡയലോഗ്സ് കൂടുതൽ എഴുതുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട്. തോന്നാത്ത സിനിമകളും ഉണ്ട്. പഴയ സിനിമകൾ സ്പടികം നമുക്ക് എപ്പോ കണ്ടല്ലോ ഡ്രാമാറ്റിക് ഡയലോഗ് ഉണ്ട്, പക്ഷെ അത് തോന്നില്ല. ശ്രീനിവാസന്റെ പക്ഷെ അതിനകത്തെ ഡയലോഗ്സ് ഡ്രാമാറ്റിക് ആണെങ്കിൽ കൂടെ അതിൽ വരുന്ന രീതി കോണ്ടെക്സ്റ്റ് ഭയങ്കര വ്യത്യാസമല്ലേ. നമുക്കത് മാസമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ, അപ്പോഴായാലും ഇപ്പോഴായാലും ആ ഒരു വ്യത്യാസം. എന്ത് പറഞ്ഞാലും നമുക്ക് ഓക്കെയാണ്, പുള്ളി എന്ത് എങ്ങനെ പറഞ്ഞാലും ഓക്കെയാണ്. ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫാൻ ചോദിക്കുകയാണെങ്കിൽ മമ്മൂക്ക ഫാനാണ്. പക്ഷെ ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫാൻ ഗേൾ പരിപാടി ചോദിക്കുകയാണെങ്കിൽ മമ്മൂക്ക. ഇപ്പൊ റീസെന്റ് ദേവദൂതൻ റിലീസ് ചെയ്തില്ലേ, എനിക്ക് ഞാനത് പണ്ട് കാണുമ്പോ എനിക്കത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക് ഫീൽ ചെയ്തു. പക്ഷെ ആ മൂവി അങ്ങനെയല്ലേ, നിനക്ക് ഏത് പോർഷനിലാണ് നിനക്ക് അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ട് പേര് ഈ അലീന എന്നുള്ള പേര് ഇപ്പൊ പ്രിൻസിപ്പളിന്റെ അടുത്ത് ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു സീൻ, പ്രിൻസിപ്പൽ അച്ഛനായിട്ടുള്ള അച്ഛനല്ല ആ ഹീറോയിൻ ഇല്ലേ ജയപ്രഭ എന്നുള്ള പേര്, പുള്ളിക്കാരി അടുത്ത് പറയും. പുള്ളിക്കാരി ചോദിക്കും ഈ അലീന എന്നുള്ള പേര് എവിടുന്ന കിട്ടിയത്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് ആ മ്യൂസിക്കിൽ തന്നെ ഉണ്ട്. പക്ഷേ എടാ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ആ മൂവി ബേസിക്കലി ഒരു മ്യൂസിക്കൽ മൂവിയാണ്. അപ്പൊ അയാൾ ആ പറയുമ്പം അയാൾ ഒരു മ്യൂസീഷ്യനാണ് അതിനകത്ത്. ആ ക്യാരക്ടർ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ആ സിനിമയിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു അവരുടെ കോളേജിൽ ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മ്യൂസിക്കൽ ഷോ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ വരുന്നത്. തന്നെയല്ല ആ സിനിമയിലുടനീളം മോസ്റ്റ്ലി അയാൾ ക്യാരക്ടറായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് അലീന ആയിട്ട് മാത്രമേ ആ ലേഡിയെ അയാൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആ ഡ്രാമാറ്റിക് ഇത് ഫീൽ അതിനകത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അതൊരു മ്യൂസിക്കൽ മൂവിയാണ്, നാടകം ആ സിനിമയുടെ ഒരു പശ്ചാത്തലമാണ്. അതാണ്. പിന്നെ അതിന്റെ കൂടെ അവരുടെ സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്ത് അതാണ് ആ മൂവി. അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരിക്കും.
ഇപ്പൊ കാണുമ്പോ അങ്ങനെ തോന്നിയെന്നാ ഞാൻ പറഞ്ഞു. പണ്ട് നമുക്ക് അങ്ങനെ വിചാരിക്കില്ല, പക്ഷെ പണ്ട് ആ മൂവി ഇറങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു ഇത്ര പോലും ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന് ആ മൂവി ആക്സെപ്റ്റൻസ് വന്നിട്ടുള്ളത്. പിന്നെ തിയേറ്ററിലാണെങ്കിലും പണ്ട് ദേവദൂതന് അത്ര ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ശരിക്കും പക്ഷെ പണ്ട് ഒരു ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട മൂവിയാണ്, പക്ഷെ ആൾക്കാർ കണ്ട് 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 ഇതൊരു നല്ല പടമായിരുന്നു, ജയിക്കേണ്ട പടമായിരുന്നു, അങ്ങനെ ഒരു ചർച്ചയായിരുന്നു. സന്ദേശം വരെ തിയേറ്ററിൽ. അതെ അതെ അതെ. പക്ഷെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് തൊട്ട് ഇപ്പോഴും അല്ല, അത് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ഒരു മൂവിയാണ് സന്ദേശം പോലെയുള്ള ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പൊ അതും അന്നൊരു ലോസ് ആണെന്ന് പറയുമ്പോ അന്നത്തെ നമ്മുടെ വ്യൂ മാറി. അന്നത്തെ വ്യൂ നമ്മൾ കുറെ റിയലിസ്റ്റിക് പടങ്ങളോട് ഓപ്പൺ ആയി. അപ്പം ആ ഒരു ഡിഫറൻസും ഉണ്ട്. ശരിയാണ്. പിന്നെ അന്നത്തെ ഒരു റൈറ്റിംഗ് സ്റ്റൈലൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം ഡയലോഗ്സ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതുന്ന ഒരു ടൈം എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണെങ്കിലും ആ ഒരു ടൈം പീരീഡിൽ അങ്ങനെയാണ് ഡയലോഗ്സ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊന്ന് ഇപ്പോഴും അങ്ങനെ എഴുതുന്നവരുണ്ട്, പക്ഷെ അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു ചില സിനിമയ്ക്ക് നീഡാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ആ മൂവിയില് ഡ്രാമ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾ. സിനിമയ്ക്ക് എന്താണോ ബേസിക്കലി ആവശ്യം അതനുസരിച്ചിട്ടാണ് ആക്ടേഴ്സ് പ്ലേ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഇപ്പം ചില ഡയലോഗ്സ് ചിലപ്പോൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എഴുതിയാലും ആ സിനിമ വളരെ ഒരു എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമയാണെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് ഇമ്പ്രൂവ് ചെയ്ത് മാറ്റുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. ബേസിക്കലി സിനിമയ്ക്ക് എന്താണ് ആവശ്യം അതാണ് അൾട്ടിമേറ്റ്ലി ആക്ടേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആണല്ലോ കുമ്പളങ്ങിയിലെ സൗബിന്റെ പല ഡയലോഗ്. അത് പക്ഷെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആ സിനിമയുടെ പേസ് അങ്ങനെയാണ്, അത് റിയലിസ്റ്റിക് ആണ് അത് എടുത്തേക്കുന്നത്. അതൊക്കെ കൊണ്ട് അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൂവിയാണ് കുമ്പളങ്ങി നൈറ്റ്സ് അല്ലേ? അല്ല, അത് ഓൾ ഓവർ ദ ഇന്ത്യയിൽ തന്നെ പല ആൾക്കാർ ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് നമ്മൾ പല ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണും. നമ്മുടെ തന്നെ ആക്ടേഴ്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോൾ എല്ലാരും പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പടം അത്രയും മൂവിയായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കത് വിക്രത്തിന്റെ വിക്രവും തമ്മിലൊരു പ്രസ് മീറ്റിൽ ധ്രുവ് വിക്രം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തോ ലൈക്ക് ഹാവ് യു വാച്ച് കുമ്പളങ്ങി നൈറ്റ്സ് നോക്കുമ്പോഴത്തേക്കും വിക്രം പെട്ടെന്ന് അവരുടെ സിനിമ അവരുടെ അടുത്ത് തന്നെ കണ്ടു നോക്കുന്ന എന്താണ് അതൊക്കെ എന്തായാലും അവർ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒരു മൊത്തത്തിൽ ഒരു വൈഡിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയൊരു മൂവിയാണ്. ഇപ്പോഴത്തെ ആ ഒരു റിയലിസ്റ്റിക് പാറ്റേണിലാണ് പടം വരുന്നത്. പക്ഷെ അന്നത്തെ അനന്ത് പറഞ്ഞ പോലെ പടം അന്നത്തെ ഒരു 20 years ബാക്കിലുള്ള പടങ്ങളെല്ലാം അത് അങ്ങനത്തെ റിയലിസ്റ്റിക് പാറ്റേൺ അല്ല. അന്നത്തെ ഓഡിയൻസിന് അതായിരുന്നു വേണ്ട. പക്ഷെ ഇപ്പോഴത്തെ ഓഡിയൻസിന് കുറച്ചുകൂടി റിയലിസ്റ്റിക് മൂവീസ് അവരത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വ്യൂസ് മാറി. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു പടം കാണാൻ തിയേറ്ററിൽ പോയിട്ട് ഇപ്പൊ നമുക്ക് പഴയ രീതിയിലുള്ള പടങ്ങൾ ഇപ്പൊ നമുക്ക് പിടിക്കത്തില്ല. അതാണ് എന്തൊക്കെ പ്രശ്നം. അതേപോലെ തന്നെ നമ്മൾ മ്യൂസിക്കൽ ഡ്രാമാസ് ഉണ്ടായിരുന്നല്ലോ, പാട്ട് മാത്രം വെച്ചൊരു സ്റ്റോറി പറയുന്ന ഒരു രീതി. അപ്പൊ ഈ തെരുവ് നാടകവും സാധാരണ ഡ്രാമ അല്ലാതെ തന്നെ ഇതാണ് മ്യൂസിക്കൽ ഡ്രാമാസ്. അപ്പൊ ഈ ഫോക്ക് ഡാൻസ് ഒക്കെ ഒരു തരം മ്യൂസിക്കൽ, കാരണം അതൊരു തീം ബേസിൽ ചെയ്യുന്നതായിരിക്കും. മ്യൂസിക്കൽ ഡ്രാമാസ് നാടകം തന്നെ ഒരു പാട്ട് ത്രൂ നമ്മളൊരു സ്റ്റോറി നറേറ്റ്, ഒരു സ്റ്റോറി പറയുന്നു, ഒരു കഥ പറയുന്നു. അതിനകത്ത് കൂടുതൽ മ്യൂസിക്കിനായിരിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് 4-5 പാട്ട് ഡയലോഗ്സിനെക്കാട്ടിലും ഡയലോഗ് ഡെലിവറിയെക്കാട്ടിലും കൂടുതൽ സോങ്ങിലൂടെ ആയിരിക്കാം. സ്റ്റോറി ടെല്ലിംഗ് ഒരു ഒറിജിൻ തന്നെ ഈ പാവക്കുത്ത് പപ്പട്രി അന്ന് അല്ലെ ആ ഒരു ടൈമിൽ അങ്ങനെയാണ് നമ്മളൊരു സ്റ്റോറി പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുന്ന് ഓരോ വേർഷൻസ് നാടകങ്ങളിലൂടെ കഥ പറയാൻ തുടങ്ങി, പിന്നെ സിനിമകളിലേക്ക് എത്തി. അതെ അതിന്റെ ഒരു ഒറിജിൻ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് പുറകിലോട്ട്, ലൈക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ. ഫ്യൂച്ചർ എന്തായിരിക്കും ഹിസ്റ്ററി എടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ടെക്നോളജി ഒരുപാട് ഇൻവോൾവ് ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അത്തരത്തിലുള്ള ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇനിയും കൂടുതലായിട്ട് വരുന്നത്. ഇനി ഇംപ്രവൈസേഷൻസ് ഉണ്ടാവാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ഹാങ്ങിങ് മൈക്ക് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ വയർലെസ് മൈക്ക്, റെക്കോർഡഡ് നാടകങ്ങൾ, അതുപോലെ മൂവീസിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുപോലെ ഡോൾബി സിസ്റ്റത്തിൽ കാണുന്ന പോലെ സറൗണ്ട് വോയിസിലൊക്കെ നമുക്ക് ഇനി ഡ്രാമ കാണാൻ പറ്റാം. പക്ഷെ അപ്പോഴും ഈ പഴയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഡ്രാമ ആയിട്ട് ജീവിക്കുന്നത്,
അവരും കൂടെ മെയിൻ സ്ട്രീമിലോട്ട് വരാൻ പറ്റുന്ന ഒരു രീതിയിലാവണം. അവര് കുറച്ചും കൂടി എക്സ്പോഷറും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടുതൽ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സ് വരുമ്പോഴായിരിക്കും നാടകത്തിന് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത്. തീർച്ചയായിട്ടും. അതേപോലെ ഈ ആക്ടേഴ്സ് വരുന്നതിനെക്കാട്ടിലും ഉപരി ഈ ശരിക്കും ഡ്രാമയിൽ നിൽക്കുന്ന ആൾക്കാരും കൂടെ മുന്നോട്ട് വരുന്നത്, അവരെയും കൂടെ ആൾക്കാർ അറിയണം, പോപ്പുലാരിറ്റി അവർക്കും വരണം. അവരുടെ ഒരു അവരൊരു ലിവിങ് ആയിട്ട് കാണുന്ന ഒരു കലയാണല്ലോ നാടകം. അപ്പൊ അതിന് കൂടുതൽ എക്സ്പോഷർ, അവരെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അക്സെപ്റ്റൻസ് അവർക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളത്. പണ്ട് പറഞ്ഞിരുന്നത് പോലെ ഈ ലെജൻസ് ഇപ്പൊ നാടകങ്ങളിൽ നമ്മൾ ആരെയും പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നില്ല, അറിയുന്നില്ല. ആ ഒരു അവസ്ഥ ലെജൻസ് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഒരു സിനിമയിലോട്ട് വരാൻ താല്പര്യമില്ലാത്ത 500 നാടകങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ഇവരെ കുറിച്ച് അറിയുന്നില്ല. അതാണ് അതിനകത്ത് ലെജൻസ് ആയിരിക്കും. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അവര് ലൈക്ക് നമ്മൾ മാത്രമല്ല പബ്ലിക്കിലോട്ട് ഇവരെത്താത്തതിന്റെ മെയിൻ റീസൺ അതായിരിക്കും. സിനിമയുടെ പോലെ തന്നെ ഡ്രാമയാകുമായിരിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. ആകണം. അങ്ങനെ ആയില്ലെങ്കിൽ കൂടി അതില് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി അക്സെപ്റ്റൻസ് വരികയും, അതുപോലെ ഇപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലത്. അല്ല, നാളെ ഒരു ടൈമിൽ നമ്മൾ ഇതാണക്ക് നാടകം ഇല്ലെങ്കിൽ വേൾഡ് തിയേറ്റർ ഡേ നിനക്ക് അറിയോ എന്ന് ചോദിക്കേണ്ട ഒരു സ്പേസ് വരരുത്. തുടങ്ങിയപ്പോ തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളുകൾക്ക് വേൾഡ് തിയേറ്റർ ഡേ എന്ന് പറയുമ്പോ അറിയില്ല. ഫിലിം എന്നെ അന്ന് ഇതാക്കിയതല്ലേ. ഇവന് അറിയില്ലായിരുന്നു. അല്ല വേറെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഫിലിം ഫെസ്റ്റിവൽസ് നടക്കും, അതേപോലെ ഡ്രാമയുടെ നടക്കട്ടെ. പക്ഷെ അത് പോപ്പുലർ ആവണം. അത് പോപ്പുലർ ആയാലാണ് ന്യൂ ജനറേഷൻസ് അത് പിക്ക് ചെയ്യാൻ പറ്റുന്നതും. ഇപ്പൊ നമ്മൾ IFFKക്ക് ആൾക്കാർ തള്ളുകൂട്ടും ടിക്കറ്റിനും, അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു വലിയൊരു പടം വരുമ്പോ ആ പടം കാണാൻ വേണ്ടിയുള്ള. അല്ല, അത് IFFK ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ മാസങ്ങൾ മുൻപ് IFFK വരുന്നു, അതിന്റെ പോപ്പുലർ ആണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് മുംബൈയിലൊക്കെ ഈവൻ കുറച്ചുകൂടെ പോപ്പുലർ ആണ്. ഫെസ്റ്റിവൽ വരെ ഉണ്ടെന്ന് ഇപ്പൊ അല്ലേ, ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഇപ്പൊ ഉണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് ഷോർട്ട് ഫെസ്റ്റിവൽസ് ഒക്കെ അറിയാൻ പറഞ്ഞ മറ്റേ നാടകോത്സവം പോലെ ഫെസ്റ്റിവലും ഇതെല്ലാം വരട്ടെ, എല്ലാം വരട്ടെ. അത്രയും പോപ്പുലാരിറ്റിയും അക്സെപ്റ്റൻസും ഇനിയും ഉണ്ടാവും. അതായത് നാളെ നാടകം ഒരു ലിവിംഗ് ആയിട്ട് എടുക്കാൻ കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുന്ന ജനറേഷൻ ഉണ്ടാവട്ടെ. അവരുടെ പാഷൻ ആണെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിൽ നിന്നൊരു ബിസിനസ് റവന്യൂ ഉണ്ടായാൽ സിനിമ പോലെ പണ്ട് ഞാൻ പറയുന്നത്, പണ്ട് നമ്മുടെ അവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ ഒരു രഞ്ജി അടിക്കുക, ഒരു സന്തോഷ് ട്രോഫി കളിച്ച് ഒരു ഇന്ത്യൻ ടീമിലോട്ട് എത്തിയാലും അവർക്ക് ആ ലൈക്ക് ലീവിങ്ങിനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ലീഗ്സ് വന്നു, ISL IPL ഒക്കെ ലീഗ് വന്നപ്പോഴാണ് അവര് സൂപ്പർ സ്റ്റാർസ് ആയതും ഇതൊക്കെ പലരും കരിയർ ആയിട്ട് എടുക്കാൻ തുടങ്ങി. അതേപോലെ ഇത് കരിയർ ആവണമെങ്കിലും ആൾക്കാരിലോട്ട് ഇതിന്റെ പോപ്പുലാരിറ്റി കൂടണം. അതിന്റെ ഇത് റവന്യൂ ഉണ്ടാക്കിയാൽ മാത്രമേ ആൾക്കാർക്ക് ഇത് കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി, ഒരു പാഷനിൽ മാത്രം ഒതുങ്ങി സിറ്റുവേഷൻ വരും. ഈ IFFK പോലെ ഉള്ള ഫെസ്റ്റിവൽസ് എല്ലാം സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ IFFK വരുന്നു, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ അതിന്റെ അനൗൺസ്മെന്റ് വരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് അവൈലബിൾ ആകുന്നു, ഭയങ്കര പോപ്പുലർ ആണ്. അപ്പൊ അതിനുവേണ്ടി ആൾക്കാർ IFFK അവിടെ പോയാൽ അറിയാം, നിറയെ ജനങ്ങളാണ്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടി മാത്രം. അത് ട്രിവാൻഡ്രത്താണ് മോസ്റ്റ്ലി IFFK നടക്കുന്നത്. അവിടെ ട്രിവാൻഡ്രത്ത് അത് നടക്കുന്നത്. അപ്പൊ അത് പലപ്പോഴും അടിയാവില്ല. സിനിമയ്ക്ക് ചിലപ്പോ ഭയങ്കര ഡിമാൻഡുള്ള പടം ഇങ്ങ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ആളുകൾ IFFK കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ അതുപോലെയുള്ള ഫെസ്റ്റിവൽസ് നാടകത്തിന് വേണ്ടി ഉണ്ടോ? ഉണ്ടാവണമെങ്കിൽ ഉണ്ട്, പക്ഷെ ഇത് കണക്ക് സ്കോപ്പ് കുറവാണ്. ഇപ്പൊ കുറച്ച് ആൾക്കാര് കുറച്ച് സീറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. മേ ബി ഇപ്പം IFFK പോലെ പോപ്പുലർ അല്ല. ഇപ്പം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ ആക്ച്വലി എല്ലാ വർഷവും ഹിറ്റ് ഫോക്ക് എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിന് വേണ്ടി ഫെസ്റ്റ് നടത്തുന്നുണ്ട്. പക്ഷെ അതെ, പക്ഷെ ഫെസ്റ്റ് ഉണ്ട്. പക്ഷെ അതിപ്പം എത്ര പേർക്ക് അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു എനിക്കറിയാം. അതിന്റെയൊക്കെ ഒരു വിസിബിലിറ്റി കുറവാണ്. ഐ മീൻ അതിന്റെ ഒരു പോപ്പുലാരിറ്റി IFFK കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഉണ്ട്, പക്ഷെ പോപ്പുലാരിറ്റി ആവുമായിരിക്കും.
ആവട്ടെ. അതെ, അതായത് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, പക്ഷെ നമ്മൾ കേരളത്തിൽ അതിന്റെ ഒരു സ്കോപ്പ് എന്തോ കുറച്ച് കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പം ഫിലിം ഫെസ്റ്റ് പോലെ അത്രയും കമ്പാരിസൺ എടുക്കുമ്പം അത്രയും പോപ്പുലർ അല്ല. അതെ അതെ. അല്ല, അതിന് വേറൊരു എക്സാമ്പിൾ, നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് ഇന്റർനാഷണലി ഉള്ള സിനിമകൾ വരുന്നു, അതേപോലെ പല സ്ഥലങ്ങളിലുള്ള പടങ്ങൾ. ചിലപ്പോ ഈ നാടക ഇതിന് അത്രയും വൈഡ് ഓഡിയൻസ് ആയിട്ടുള്ള വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന വലിയ ഇന്റർനാഷണൽ പ്ലേസ് ഒന്നും ഇവിടെ ചെയ്യുന്നുണ്ടാവില്ല, അതായിരിക്കാം നമ്മൾ അതിനെ കുറിച്ച് കേൾക്കുന്നില്ലല്ലോ. ഞാനിപ്പോ അനക പറയുമ്പോഴായി ഫോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ. അപ്പൊ അതിന് പോപ്പുലാരിറ്റി വരാതിരിക്കാനറിയാം, ഇവിടെ ഇങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോന്ന് അറിയില്ല. അതെ, അത് പോപ്പുലർ ആവട്ടെ. അതെ, വെളിയിൽ നിന്ന് ആൾക്കാർ ഒന്ന് ചെയ്യട്ടെ. ചിലപ്പോ വേറൊരു ഫോറിൻ കൺട്രിയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു പ്ലേ കാണുമായിരിക്കും. ഇവിടെ വരുമ്പോഴാണ് ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് കൂടുന്നത്, അപ്പൊ പോപ്പുലർ ആവും. അതേപോലെ നമ്മുടെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനും അവരുടെ പ്ലേസ് ഇതേപോലെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ആൾക്കാർക്ക് കാണാനായിട്ടുള്ള മെയിൻ സ്ട്രീം ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നാടകത്തിലുള്ളത് തന്നെയല്ലേ, കാരണം ഇത് മാത്രം ഉപജീവന മാർഗമായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് ഒരു മെയിൻ സ്ട്രീം മൂവി ആക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പോപ്പുലർ ആക്കാം. അതെ, അതിനെ പോപ്പുലർ ആക്കാൻ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. അതെ, അതിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആക്ടേഴ്സിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈവൻ ദർശനയും റോഷനൊക്കെ ചെയ്യുന്ന പോലെ എനിക്കൊന്നും അതിന്റെ റൈറ്റിംഗ്സ് ആണെങ്കിലും ശ്രുതിയും റോഷനും വേറൊരാളും കൂടെ ചേർന്നാണ് റൈറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നാടകത്തിൽ നിന്ന് വന്ന് സിനിമയിൽ അത്യാവശ്യം ഒരു സ്റ്റേറ്റസ് ബിൽഡ് ചെയ്ത ആൾക്കാർ തിരിച്ച് ആ റൂട്ടിലേക്ക് നിൽക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി സാധനമല്ല, അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതെ അതെ, അവർക്കതൊരു പാഷൻ ആയിരിക്കാം. ഇപ്പൊ ഒരു ഹോബി അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുന്ന ആൾക്കാരിലുപരി പാഷൻ ആയിട്ട് അതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവട്ടെ ഭാവിയിൽ. അതെ അതെ, അതിനെ ഒരു കരിയറായിട്ടും ചൂസ് ചെയ്യാൻ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ ഫ്യൂച്ചറിൽ. നാളെ മുതൽ അങ്ങനെയൊക്കെ പ്രാക്ടീസ് തുടങ്ങും. നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ യുവജനോത്സവത്തിലും നാടകോത്സവത്തിലും ഒക്കെ നാടകം പ്ലേ ചെയ്യുന്ന പിള്ളേർക്ക് അവർക്കൊരു നെക്സ്റ്റ് ലെവലിലൊരു പ്ലാറ്റ്ഫോം എത്തിയാലേ അവർ ഇത് കരിയർ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളൊരു OTT പോലെ നാടകത്തിന് ഒരു പ്ലാറ്റ്ഫോം വരട്ടെ. ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാത്തിലും ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അത് ഞാൻ ആലോചിച്ചതേ, ലൈക് നാടകം എപ്പോഴും കാണുന്നത് ഒരു ലൈവ് സാധനത്തിലാണ്, അതൊരു വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അത് OTT അതിന്റെ പ്രാക്ടിക്കൽ. പക്ഷേ ഈ പ്ലേ എന്ന് പറയുമ്പോ ഈ ഡിസ്നി ലാൻഡിലൊക്കെ ഇപ്പോഴും മൂവീസ് അതുപോലെ തന്നെ അവർ ചെയ്ത് കാണിക്കുന്ന ഷേക്സ്പിയറിന്റെ മാക്ബത്ത് ഒക്കെ കണ്ടിട്ടുണ്ട്, ഷേക്സ്പിയറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡിസ്നി ലാൻഡിലെല്ലാം ആ മൂവീസ് സ്നോ വൈറ്റ് എല്ലാം അങ്ങനെ തന്നെ ലൈവ് പ്ലേസ് നടക്കുന്നുണ്ട് ഡെയിലി. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും വരട്ടെ. രാമായണം കഥകൾ, രാമായണം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. രാമായണത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മഹാഭാരതം കിഷ്കിന്ധാകാന്ഡം അല്ല, അത് ശരിക്കും നാടകമാണ്. അത് സിനിമ വേറൊരെണ്ണം വന്നത്, അത് പക്ഷെ തീം എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ. ഷോ സ്റ്റീലർ ഓഫ് മനസ്സിലായില്ല. അഭിരാമി. അയ്യോ